നമ്മളിന്ന് അടിമാലി ഇരുമ്പ് പാലത്തുള്ള ഫ്ലോറ ആൻഡ് ഫൗണ മൂന്നാർ ഇക്കോ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ടു റെയിൻ ഡ്രോപ്സ്. നമ്മളവിടുന്ന് പാസ്സൊക്കെ എടുത്ത് മൂന്നാർ ഇക്കോ പാർക്കിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കാണുന്ന സ്ഥലങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഇത് നോക്കി നമുക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് ടോപ്പിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ കയറി കഴിയുമ്പോൾ നമുക്ക് ആ പാർക്കിൻ്റെ മൊത്തം ഒരു വ്യൂ കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അതിമനോഹരമായി ഈ പാർക്കിലേക്ക് നിങ്ങളെല്ലാവരും വരണം. അപ്പോൾ ഇത് അടിമാലി കോതമംഗലം പോകുന്ന റൂട്ടിൽ ഇരുമ്പുപാലത്തിനടുത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിമനോഹരമായി പാർക്കിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോയി കാണാം. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ ഗൈസ് ഇവിടെ മേളിൽ നിൽക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. ഈ പാർക്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുവേ നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ് ഈ പാർക്ക് കാണാൻ. പിന്നെ നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. നമുക്ക് പറിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ജ്യൂസ് അടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പാർക്കിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അപ്പോൾ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയുണ്ടോ ഗൈസ് ഹോഴ്സ് വാക്കിംഗ് കൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി ഒന്ന് പോയാലോ? അപ്പോൾ നമുക്ക് കുതിരപ്പുറത്തിരുന്ന് ആ പാർക്ക് മൊത്തം ചുറ്റി കാണാനുള്ള അവസരമുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിവിടെ മീനുകളെയൊക്കെ തൊടാൻ അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് തീറ്റ തരും. അപ്പോൾ അത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും മീൻ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിലെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷികളെ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു ചേച്ചി കൊണ്ട് തരും പക്ഷികളെയൊക്കെ. അപ്പോൾ നമുക്ക് പിടിക്കാൻ അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടിമാലി ടൗണിലെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ അടിമാലിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, അടിമാലി സ്പൂൺ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.